ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിരം ചാനൽ. 6ാം ക്ലാസ്സിൽ തന്നെ പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 പ്രവർത്തനങ്ങൾ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ചോദ്യങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് താമസിക്കേണ്ട അല്ലേ, നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. 3ാമത്തെ ചോദ്യത്തിൽ 2 ഭാഗങ്ങളുണ്ട്. 3-ൽ എയും ബിയും. അപ്പൊ നമുക്ക് 3-ൽ എ ആദ്യം നോക്കാം. 3A-യില് എ വരുന്നത് ചോദ്യം എഴുതാതെ ആരും ആൻസർ ചെയ്യരുത്, ചോദ്യം കൃത്യമായിട്ട് എഴുതുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12/15 ലഘുരൂപം കിട്ടുന്നതിന് അംശത്തെയും ഛേദത്തെയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണം, ലോവസ്റ്റ് ടേം കിട്ടുന്നതിന്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് നോക്കാം. 12ഉം 15ഉം രണ്ടിലുള്ള ഘടകം ഏതാണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ മനസ്സിൽ ഓടിയെത്തി. ഏതാണ്? 3 അല്ലേ? നമുക്കൊന്ന് നോക്കാം. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 4. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 5. ഇനി ഇത് ചെറുതാക്കാൻ പറ്റുമോ? ചെറുതാക്കാൻ പറ്റില്ല. അപ്പം ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ആൻസർ എഴുതിക്കോളാം, 3 കൊണ്ട് ഹരിക്കണം. എളുപ്പമാണല്ലോ. ബിയിൽ പറഞ്ഞിരിക്കുന്നത് 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം. 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് 8 കേക്ക് എത്ര പേർക്ക് തുല്യമായി വീതിച്ചാൽ കിട്ടുന്നതിന് തുല്യം. അപ്പൊ 16 കേക്ക് 6 പേർക്ക്, അങ്ങനെയാണെങ്കിൽ 8 കേക്ക് എത്ര പേർക്ക്? 3 പേർക്ക്, ഇതിന്റെ പകുതി അല്ലേ? അപ്പൊ അത് എന്താണ്? 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിക്കുന്നതും 8 കേക്ക് 3 പേർക്ക് തുല്യമായി വീതിക്കുന്നതും എന്താണ്? ഈക്വൽ ആണ്. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് എളുപ്പമാണ്. ഇനി അടുത്തത് ഇതിൽ തന്നെ സി. യൂണിഫോമിന്റെ ഷർട്ടിനായി 42 മീറ്റർ തുണി കൊണ്ടുവന്നു. എത്ര മീറ്റർ തുണിയാണ് കൊണ്ടുവന്നത്? 42. എന്നിട്ട് പറയാണ് അത് 24 കുട്ടികൾക്ക് തുല്യമായി മുറിച്ചു നൽകി. ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടും? അപ്പൊ 42 മീറ്റർ തുണി എത്ര പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു? 24. അപ്പൊ 42/24 കുട്ടികൾക്ക് വീതിച്ചു നൽകി. ഒരാൾക്ക് കിട്ടുന്ന തുണിയുടെ അളവ് നിങ്ങൾ എഴുതിക്കോളാം. ഒരാൾക്ക് കിട്ടുന്ന തുണിയുടെ അളവ് കാണാൻ 42നെ 24 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്കിത് കഴിയുന്നതും വെട്ടി ചുരുക്കാം. നമുക്ക് ഏത് കൊണ്ട് വെട്ടാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 കൊണ്ട് നമുക്ക് വെട്ടി ചുരുക്കാം. 3 8 24. ഇവിടെ എത്ര കിട്ടും? 1 3 3 12 3 4 12 14. അപ്പൊ നമുക്കിവിടെ കിട്ടി 14/8. ഇനിയും നമുക്ക് എന്തുകൊണ്ട് തന്നെ ചെയ്യാം? 2 കൊണ്ട്. 2 7 14, 2 4 8. ഇനി നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ചുരുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ചുരുക്കാൻ ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 4 4, ബാക്കി എന്താണ്? 3. അപ്പം ഒരാൾക്ക് കിട്ടുന്നത് 1/3/4 മീറ്റർ തുണി, അതായത് 1.25 മീറ്റർ തുണിയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഓക്കെ ആയോ? അടുത്തത് ഡി ആണ്. ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും ചുവടെ തന്നിട്ടുണ്ട്. പ്രസ്താവന 24/36 ലഘുരൂപമാണ് 2/3. ഇതാണ് പ്രസ്താവന. ശരിയാണോ നോക്കുക? 24/36 ഏറ്റവും ചെറിയ രൂപമാണ് 2/3. ശരിയാണ് അല്ലെ? ഇനി അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് 24ന്റെയും 36ന്റെയും വലിയ പൊതുഘടകമായ 12 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിച്ചതാണ് 2/3. നമുക്ക് നോക്കാം. 12 കൊണ്ട് ഏറ്റവും വലിയ പൊതുഘടകം 12 വരുന്നത്. 12 2 24, 12 3 36. റെഡിയാണ് അല്ലേ? പക്ഷേ അവന്റെ താഴെ പറഞ്ഞിരിക്കുകയാണ് 1 എ. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഇവിടെ പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്, അതുകൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്തു, അത് തെറ്റി. ഇനി ബി പറയാണ് പ്രസ്താവനയും കാരണവും ശരിയാണ്. നമ്മളുടെ ആൻസർ എത്തി. പ്രസ്താവനയും ശരിയാണ്, കാരണവും ശരിയാണ്. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് നോക്കാം. പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്, അത് തെറ്റാണ്. പ്രസ്താവനയും കാരണവും തെറ്റാണ്, അതും തെറ്റാണ്.
ഓക്കെ ആണല്ലോ, നല്ല എളുപ്പമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത്. ഇനി 3-ൽ ബി ഭാഗം നമുക്കൊന്ന് നോക്കാം. ചോദ്യം കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ എ എന്ന ചോദ്യം പറഞ്ഞിരിക്കുന്നത് 1/3, 1/5 എന്നിവയുടെ ഒരേ ഛേദമുള്ള 2 രൂപങ്ങൾ കണ്ടെത്തി എഴുതുക. 1/3 1/5 ഛേദം ഒരേപോലെ ആക്കണം. ഇതിലൊക്കെ ധാരാളം ട്രിക്കുകളുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഭിന്നസംഖ്യകൾ എളുപ്പ വഴിയിൽ ഛേദങ്ങളൊക്കെ കണ്ടെത്താൻ നമുക്ക് BSc എക്സാമിനും ഇതുപോലെ ന്യൂമാത്സ്, USS, ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഞാൻ ആ എളുപ്പ മെത്തേഡ് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ പൊതുഛേദം കണ്ടെത്താൻ 3ഉം 5ഉം കൂടെ ഗുണിച്ചാൽ മതി. 15 15ൽ നോക്ക്, ഇത് നമുക്ക് മാറ്റി എഴുതാം. 1 5 അതാണ് 3-ൽ 1 ഒരേ ഛേദമുള്ള മറ്റൊരു ഭിന്നസംഖ്യ. പിന്നെ 5-ൽ 1 കിട്ടണമെങ്കിൽ എന്താണ്, 15 നമ്മൾ എഴുതി, 1 3 3. നോക്കൂ, ഇവിടെ നോക്കൂ, ഈ രീതിയിൽ നോക്കൂ. 3 5 15, 1 5 5, 5 3 15, 1 3 3. കറക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. 2 കൊണ്ട് ഗുണിക്കാം. 5 2 10, 15 2 30, 3 2 6, 15 2 30. ഇപ്പൊ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 രൂപങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. നമ്മളിപ്പോൾ 2 എഴുതി. ഇനി 3 എഴുതണോ? എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിനെ എന്ത് ചെയ്യാം, 3 കൊണ്ട് ഗുണിച്ചെഴുതുക, ഇതിനെയും 3 കൊണ്ട് ഗുണിച്ചെഴുതുക. ഗുണിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് വേണം ഗുണിക്കാൻ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതില് ബി, 2/3 പല രൂപങ്ങളിൽ കുറെ രൂപങ്ങൾ എഴുതി. ആ രൂപങ്ങളിൽ 21/27 ഉണ്ടാകുമോ? എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറെ രൂപങ്ങൾ എഴുതിയിരിക്കട്ടെ. അങ്ങനെ എഴുതിയാൽ 21/27 ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. അതായത് 2/3 ആണ്. നോക്കൂ, 2നെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 21 കിട്ടുമോ? കിട്ടൂലല്ലോ, കിട്ടില്ല. നോക്കൂ, 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 27 കിട്ടും? 3 9 27. നോക്കൂ, 3 9 27. അപ്പൊ 2നെയും എത്ര കൊണ്ട് ഗുണിക്കണമായിരുന്നു? 9 കൊണ്ട്. 2 9 എത്രയാ വരിക? 18 വരിക. അപ്പൊ 21/27 ഉണ്ടോ? ഉണ്ടാവേയില്ല. കാരണം അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ തുല്യഭിന്നം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് A-B കോളങ്ങൾ യോജിപ്പിച്ചെഴുതിയതിൽ ശരിയായത് കണ്ടെത്തുക. എയും ബിയും കോളങ്ങളുണ്ട്. ഇത് യോജിപ്പിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ശരിയായത് കണ്ടെത്താനാണ്. അതിൽ എ എന്ന ഓപ്ഷൻ ഞാൻ ആദ്യം പറയാം. P = X, Q = Y, R = Z. ശരിയാണെന്ന് നോക്കാം. P = X. ആദ്യത്തേത് നമുക്കൊന്ന് നോക്കാം. P 3നെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1. അപ്പൊ 3നെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 ആണോ? 4/3 ആണോ? നോക്കണേ, 3നെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 എന്നാണ് പറഞ്ഞത് X. ഇതെന്താണ്? തെറ്റാണ്. അതുകൊണ്ട് ഇനി അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതങ്ങ് വിട്ടു. ആ എ എന്ന ഭാഗം തന്നെ തെറ്റാണ്. വേണമെങ്കിൽ നമുക്ക് അടുത്തോടെ നോക്കാം. Q = Y. Q പറഞ്ഞിരിക്കുന്നത് 4നെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1. അതിൻ്റെ Q = Y ആണ്. ഇവിടെ 2/3 ആണ്. 4നെ അല്ലല്ലോ, അതും പോയി. ഇനി R = Z. 1നെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2. അതാണ് 6. അത് ചേരുന്നത് Z ആണ്. അത് തെറ്റല്ലേ? തെറ്റാണ് അല്ലേ? അപ്പൊ പിന്നെ ആ ഓപ്ഷൻ വെറുതെ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ. അടുത്തത് നമുക്ക് നോക്കാം. ബി ഒന്ന് നോക്കി നോക്കാം. P = Z. 3നെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1. അപ്പൊ അതിൽ Z ആണ് വന്നിരിക്കുന്നത്. നോക്കൂ, 3നെ 4 തുല്യ ഭാഗങ്ങളാക്കി. ശരിയാണ്, ഇത് ശരിയാണ്. ഇനി അപ്പൊ അത് ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് വേണം? അടുത്തത് നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. Q = X ആണ്. Q 4നെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1. 4നെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1. Q = X. 4നെ 3 തുല്യ ഭാഗങ്ങളാക്കി, അതിൽ 1ആണ് 4/3. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയായി. അടുത്തത് നമുക്കൊന്ന് നോക്കാം.
പിന്നെ 6 സമം y ആണ്. 6 നോക്കാം ആദ്യം. 1നെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2. അതിന് ചേർന്നത് കൊടുത്തിരിക്കുന്നത് y ആണ്. 2/3 കറക്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി അടുത്തത് വെറുതെ വേണമെങ്കിൽ ഒന്ന് നോക്കാം. സി പറഞ്ഞിരിക്കുന്നത് പി സമ ഇസഡ് ആണ്. പി സമ ഇസഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റാ. ഇനി നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്യൂ സമം വൈ ആണ്. ഇതാ ക്യൂ സമം വൈ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റല്ലേ? പിന്നെ അതെന്തിനാ നമ്മൾ നോക്കുന്നത്? ഇനി അടുത്തത് 6 സമ എക്സ് ആണ്. 6 സമ എക്സ് ഇവിടെ പറഞ്ഞിട്ടില്ല, നോക്കാം. 6 1നെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2 എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് എക്സ് ആയിട്ടാണ് പറഞ്ഞത്, അത് തെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇനിയിപ്പോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പി സമം വൈ. പി സമം എന്തായാലും വൈ അല്ല, പി ഇതാണ്. പിയുടെ ആൻസർ നമ്മൾ കണ്ടെത്തി ഇസഡ് ആണ്, അപ്പൊ പിന്നെ വൈ അല്ല. ഇനിയിപ്പോ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആയല്ലോ. അപ്പൊ ഇതൊരു തന്ത്രം ഉണ്ടെങ്കിൽ, നമുക്കിതിന്റെ ഒരു നേക്ക് അറിയാമെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ USS എഴുതുമ്പോഴും അതേപോലെ ഇതുപോലെ മത്സര പരീക്ഷകൾ എഴുതുമ്പോഴും ആൻസർ നമുക്ക് അറിയാം, കണ്ടന്റ് അറിയാമെങ്കിൽ നമുക്കിതിലൊന്നും വലിയ പ്രശ്നമില്ല. കണ്ടന്റ് അറിഞ്ഞില്ലെങ്കിലാണ് നമ്മളിങ്ങനെ പപ്പ അടിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ വീഡിയോ ലെങ്ത് കൂടണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നിർത്തുകയാണ്. ഇനി 4 എയും ബിയും അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം. നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.